ഗ്രേസ് നീ വരാണ്ട് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഗ്രേസും പഞ്ഞിയും പറ്റേ നീതും പറ. അല്ല ഇപ്പൊ ആര് പറയണമെന്നുള്ള തർക്കമാണ്. സീരീസ് ആണല്ലോ. സീരീസ് നമ്മളിപ്പോൾ വലിയ സ്ക്രീനിലാണ് കണ്ടത്. ഇതിൽ പ്രവർത്തിച്ച ആൾക്കാരും അല്ലാത്തവരുടെ കൂടുതലൊക്കെയാണ് കണ്ടത്. എനിക്ക് ഇത് കാലഘട്ടത്തോട് വലിയ തോതിൽ നീതി പുലർത്തുന്നതായിട്ട് തോന്നി. ഒരു 1978 നടക്കുന്ന കഥയാണ്. ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമകളുടെ ഇണവും താളവും വേഗവും പശ്ചാത്തല സംഗീതവും ലൊക്കേഷനുകളും എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ജെന്യൂനായിട്ട് കാണിക്കുന്ന പോലെ തോന്നി. വേറൊരു തരത്തിൽ വളരെ സ്ലോപ്പേസ് ആയിട്ടുള്ള രസമുള്ള നർമ്മങ്ങളാണുള്ളത്. ഞാൻ 2 എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ച് മാത്രമേ ഡബ് ചെയ്യുമ്പോൾ കണ്ടുള്ളൂ. ഞാൻ കണ്ടതിനകത്ത് ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഗ്രേസ് ആൻ്റണിയാണ്. ഗ്രേസ് സൂപ്പറാണ്. ഞാൻ ഗ്രേസ് ഒരു ഇച്ചിരി പ്രശ്നമുള്ളൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് കൂടും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിനൊരു നൂലിൽ പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്തു. ഗ്രേസാണ് ഇപ്പം ഇതുവരെ കണ്ടതിനകത്ത് സ്റ്റാർ. ബാക്കി സുരേട്ടനും ബാക്കിയുള്ള ചാർജറിനൊക്കെ ഉണ്ട്. അത് പിന്നെ ബാക്കിയുള്ളവർ പറയണ്ട. 2 എപ്പിസോഡാണ് ഇവിടെ റിവ്യൂ ചെയ്തത്. ഒരു എപ്പിസോഡ് ഓരോ മൂഡിലാണ്. ഗ്രേസിൻ്റെ എപ്പിസോഡ് പോലെ ആയിരിക്കില്ല അടുത്ത ഷോ ചെയ്തത്. അതുപോലെ ആയിരിക്കില്ല നിരഞ്ജനയാണ് കനിയുടെ അതുകൊണ്ടായിരിക്കും. ഈ എപ്പിസോഡ് വിഷ്വലിയും പല പതിവായിട്ടൊക്കെ ഒരു മൂഡ് പിടിച്ച് അപ്പോഴേക്കുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കി ഇനിയിപ്പം സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ടിട്ട് അവർക്ക് എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്ററിൽ നേരെ കൈയടിയായിരുന്നല്ലോ. ആക്ച്വലി ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വിജയൻ ആദ്യം വിളിച്ച് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അറിയില്ല, വീട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബാക്കി പിന്നെ താങ്ക് യു. ആൽഫിയൊരു എനിക്ക് നല്ലൊരു വർക്കിൻ്റെ ഭാഗമാണ് പറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. അതെനിക്ക് ആദ്യം പറഞ്ഞേ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും. അതേപോലെ ഗ്രേസ് ഒരു രക്ഷയില്ല. ശരിക്കും ഷോ സ്റ്റീലർ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേസാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് വെബ് സീരീസ് ആണ് ആദ്യമാണ് ഞാൻ ഒരു റിവ്യൂ കാണുന്നത്. സോ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിനെക്കാട്ടും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് സെക്കൻഡ് എപ്പിസോഡാണ്. ഗ്രേസിൻ്റെ ആക്ടിങ് ആണെങ്കിൽ അടിപൊളിയായി. അപ്പം ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് കുറച്ചും കൂടെ ഇനിയും കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. സോ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ് ദിസ് ടു റിലീസ്. സോ എന്തായാലും ഇതിൽ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മൂവിയിൽ ഫോണിൽ ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.